നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തെ നടുക്കിയ ഒരു ക്രൈമാണ്. അതായത് ഈ മോഡലിങ്ങിന്റെ മറവിൽ യുവതികളെ പീഡിപ്പിച്ച കേസിൽ യുവതികളെ പലർക്കും കാഴ്ചവെച്ചു എന്ന സംഭവം അത് അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതാണ്. അപ്പോൾ കേരളം എങ്ങോട്ടാണ് ഈ പോകുന്നത് സാർ? വളരെ ഭയങ്കരമാണ് കേട്ടോ. കൊച്ചി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാത്തരം ലഹരികളുടെയും ഒരു തലസ്ഥാനമാണ്. ഒരു നിഗൂഢതകളുടെ നഗരമായിട്ട് മാറുക. കോസ്മോപൊളിറ്റൻ എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്നൊക്കെ പറയുന്നു. അറബിക്കടലിൻ്റെ റാണി എന്നൊക്കെ പറയുന്നുണ്ട്. റാണിയല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാണിയൊന്നുമല്ല, ശൂർപ്പണകയോ മറ്റെന്തെങ്കിലുമൊക്കെയാണ്. ഇത് താടകയോ എന്തെങ്കിലുമൊക്കെയാണ് കൊച്ചി എന്ന് പറയുന്നത്. ഭീകരമാണ് അവിടെ. നോക്കൂ, ഒരു പെൺകുട്ടിയെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരു പെൺകുട്ടിയിൽ ഒതുങ്ങുന്നതുമല്ല. അവിടെ ഫാഷൻകാർ ഒരുപാടുള്ള നഗരമാണ് കൊച്ചി. എനിക്കടുത്തറിയാവുന്ന നഗരവുമാണ്. ആ ഫാഷൻ ലോകത്തേക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞാൽ പരസ്യത്തിലും വീഡിയോയിലായാലും പത്രത്തിലായാലും പരസ്യത്തിലും മോഡലായിട്ട് കൊണ്ടുപോയതാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഒരു കൂട്ടം പെൺകുട്ടികളുടെ കൂട്ടത്തിലേക്കാണ് പോയത്. നോക്കിയപ്പോൾ തന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ അവിടെ. മുംബൈയിലെ റെഡ് സ്ട്രീറ്റുകളിലൊക്കെ ഉള്ളതുപോലെ പെണ്ണുങ്ങളെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഹ്യൂമൻ ട്രാഫിക്കിങ്, അതായത് മനുഷ്യക്കടത്ത് നടത്തി ഫാഷൻ എന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. അപ്പോൾ ഈ ഫാഷൻ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് പെൺകുട്ടികൾ ഇളകിച്ചാടരുത്, ശരിയായിട്ട് പഠിച്ച് മനസ്സിലാക്കിയേ പോകാവുന്നുള്ളതിൻ്റെ അർത്ഥം. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? രണ്ട് തരത്തിൽ ആ സ്റ്റോറി പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഷി വാസ് കിക്ക്ഡ് ആൻഡ് ഷി ബിക്കെയിം അൺകോൺഷ്യസ്. അവളെ ഒരു തൊലി ഒഴിച്ചു, അതോടുകൂടി അവൾ ബോധരഹിതയായി എന്ന് പറയുന്നു. മറ്റൊന്ന് പറയുന്നത് അവൾക്ക് ജ്യൂസ് കൊടുത്തു, ജ്യൂസിൽ എന്തോ പൊടി ചേർക്കുന്ന അവൾ തന്നെ കണ്ടു. ഈ പെൺകുട്ടി ബോധമുള്ള സമയത്താണല്ലോ ഇത് കൊടുത്തത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഫാഷൻ ലോകത്തുള്ള കുട്ടിയാണ്, വിദ്യാഭ്യാസമില്ലാത്ത കുട്ടിയായിരിക്കില്ല, എലീറ്റ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടി ഇതിൽ പൊടി ചേർക്കുമ്പോൾ തന്നെ സംശയിക്കേണ്ടത് എന്ത് പൊടിയാണ് എന്ന് ചോദിക്കേണ്ടത്. പക്ഷെ കഴിയുന്നില്ല, കാരണം അവരെല്ലാം കൂടെ ഒന്നും, ഈ കുട്ടി മാത്രം ഒറ്റപ്പെട്ടുമാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ പൊടി ഇട്ട വെള്ളം ഈ പെൺകുട്ടിക്ക് കൊടുത്തു കുടിക്കാനായിട്ട്. ഇത് കുടിച്ചു കഴിഞ്ഞതോടുകൂടി ഇതിൻ്റെ ബോധം അങ്ങ് പോയി, ആ ബോധാവസ്ഥ പ്രാപിച്ചു. കുട്ടിയുടെ വെർഷനാണിത്. അതിനെ തുടർന്ന് ഈ ബോധശൂന്യമായ അവസ്ഥയിൽ ഒരുപാട് ആണുങ്ങൾ അവിടെ വരികയും അവരെല്ലാം ഈ സ്ത്രീയുമായിട്ട് അട്രോഷ്യസ് ആയിട്ടുള്ള രീതിയിൽ ലൈംഗികമായിട്ട് ഈ സ്ത്രീയെ, ബോധരഹിതയായ സ്ത്രീയെ ചൂഷണം ചെയ്യുകയും ചെയ്തു. വൻചതി. അതിനപ്പുറമുള്ള മറ്റൊരു ചതിയും കൂടെ നടന്നു. ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫോട്ടോകൾ, വീഡിയോകളും എടുത്ത് ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഇത് പോരാഞ്ഞിട്ട് അതും കൂടെ ചെയ്തു. ആ വീട്ടുകാരാകെ പരിഭ്രാന്തരായി. അങ്ങനെ ഉള്ള അതിനെ തുടർന്നാണ് കേസായി ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. ചോദ്യം ചെയ്യലിൽ 4 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. ഈ സംഭവം മാത്രമല്ല, ഇതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. ഇതെല്ലാം കേന്ദ്രീകരിക്കുന്നത് ദുബൈയാണ്. മറ്റ് അവിടെയുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയാലും ഒമാൻ ആയാലും ബഹ്റൈൻ ആയാലും സൗദി അറേബ്യ ആയാലും വളരെ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് വധശിക്ഷ വരെ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ദുബായ് പക്ഷേ ഒരു ടൂറിസം സെൻ്ററാണ്. അത് എണ്ണ കൊണ്ട് ജീവിക്കുന്ന രാജ്യമല്ല, ടൂറിസം കൊണ്ട്. അതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ, മദ്യപിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. മറ്റു രാജ്യങ്ങളിലൊന്നും ആ സ്വാതന്ത്ര്യമില്ല. മദ്യം ഹറാമാണ്, വർജിതമാണ്, അവിടെ ഉപയോഗിക്കാൻ പാടില്ല, പിടിക്കും, റെസ്ട്രിക്ഷനുണ്ട്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. പക്ഷേ ദുബായ് ടൂറിസ്റ്റുകളുടെ നഗരമായതുകൊണ്ട് കുറേ സ്വാതന്ത്ര്യങ്ങളൊക്കെ അവരുടെ ആ രാജ്യം അങ്ങനെയാണ് വലിയൊരു ധന രാഷ്ട്രമായിട്ട് മാറിയത്, അല്ലെങ്കിൽ സമ്പന്ന രാഷ്ട്രമായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് റെസ്ട്രിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ദുബൈയിലേക്ക് കൊണ്ടുപോവുക, കള്ളക്കടത്ത് നടക്കുക. പിന്നെ ഒരു കാര്യമുള്ളത് സമ്പന്നന്മാരാണ്. അപ്പോൾ സമ്പന്നന്മാർക്ക് ഇങ്ങനെ പെൺകുട്ടികളെ നിങ്ങളെ ഫാഷൻ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന തട്ടിപ്പു സംഘങ്ങൾ അത് ധാരാളമായിട്ടുണ്ട്. ഇതൊന്നല്ല, ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ചോറ് വെന്തോ എന്ന് നോക്കാം. ഒരു ചോറിൻ്റെ എടുത്ത് നോക്കി ഞെക്കി നോക്കും, അങ്ങനെയല്ല നമ്മളത് അറിയുന്നത്. ഒറ്റ ചോറ് മാത്രം അംശീ പുലാക ന്യായം എന്ന് പറയും.
ആ ചോറിൻ്റെ ഒരു കഷ്ണത്തിന് നമ്മൾ അംശം എന്ന് പറയും. ആ അംശം എടുത്ത് നോക്കിയാൽ അറിയാം എന്ന് പറയുന്ന പോലെ ദുബായിലേക്ക് ഉള്ള ഈ കള്ളക്കടത്ത് ധാരാളമായിട്ട് നടക്കും. ഇത് മാത്രമല്ല, അവിടെ പോയിട്ട് ആയുർവേദ ഡോക്ടർമാരായിട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നു. സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യുന്ന സെൻ്ററുകൾ അങ്ങനെ ധാരാളമായിട്ട് ആളുകളെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നു. പലപ്പോഴും ഇത് നാണക്കേടായതുകൊണ്ടും ഭീഷണിപ്പെടുത്തലുകൾ ഇതുപോലെ ഉള്ളതുകൊണ്ടും നിന്റെ ഫോട്ടോ നാടാകെ ഞാൻ ആക്കി കളയുമെന്ന് പറഞ്ഞാൽ ഏത് പെൺകുട്ടിയാണ് പേടിക്കാത്തത്? സുധീരം, അതും അന്യരാജ്യം. അവിടുത്തെ പോലീസ് ഈ പെൺകുട്ടിയെ കുറ്റക്കാരിയായിട്ട് പിടിച്ച് അവിടെ ഇട്ടാൽ എന്ത് ചെയ്യും? അവിടുത്തെ നിയമം ശരിക്കും നമുക്കറിയില്ലല്ലോ. ആരാണ് കുറ്റവാളി? അവിടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊഴി അത് അവർ രേഖയായിട്ട് സ്വീകരിക്കും. അതിൻ്റെ പുറത്ത് ഇവിടുത്തെ പോലെ ട്രയലൊന്നുമില്ല. തെറ്റ് ചെയ്ത് അപ്പം തന്നെ ശിക്ഷ കൊടുക്കുക, കഴുത്ത് കിട്ടുക, ഇതാണ് ശിക്ഷ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു രാജ്യത്ത് പോകുമ്പോൾ ആരായാലും പരിഭ്രമിക്കും. നമ്മൾ പൗരരായിട്ടുള്ള രാഷ്ട്രമല്ല, നമ്മുടെ രാജ്യമല്ല. അപ്പം തീർച്ചയായിട്ടും പേടിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും എംബസിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഈ കുട്ടി അങ്ങനെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടാവണം. ഈ ട്രാഫിക്കിംഗ് ഓഫ് വിമൺ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല പെൺകുട്ടികളെയും ഇങ്ങനെ കാണാതെ വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബീഹാറിൽ നേരത്തെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പല പെൺകുട്ടികളും വീട്ടിൽ നിന്ന് പോകുന്നു, പിന്നെ അവരെ കാണുന്നതില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്നു. ഇതെല്ലാം ഒരെണ്ണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്ക്ഡ് അൺകോൺഷ്യസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്ക്ഡ് അൺകോൺഷ്യസ്, മരുന്ന് പൊടി കൊടുത്തു തന്നെ. അപ്പോൾ ഇതിലൊക്കെ ദുരൂഹത ഒരുപാട് ഉണ്ട് താനും. അപ്പോൾ ഈ സംഭവത്തിലാണെങ്കിൽ പരസ്യം പറഞ്ഞതിന് മുഖം കാണിച്ച് പരസ്യം പറയുകയാണ്. ഈ അറസ്റ്റിലായ പെൺകുട്ടി തന്നെ മുഖം കാണിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരസ്യം പറയുകയാണ്. അപ്പോൾ മുഖം കാണിച്ച് ഒരാൾ പരസ്യം പറയുമ്പോൾ ഉറപ്പായിട്ട് അതൊരു വിശ്വസനീയമായിട്ടുള്ള, ഇത് ട്രസ്റ്റബിൾ ആണ്, കാരണം ഫേസ് കാണിച്ച് പറയുകയാണ്. അങ്ങനെ ഒരു ചിന്ത ഉറപ്പായിട്ടും വരും പെൺകുട്ടികൾക്ക്. അല്ലെ, ഒരു തട്ടിപ്പൊന്നും ഉണ്ടാകില്ല, കാരണം മുഖം കാണിക്കുകയല്ലേ. അപ്പോൾ ഫേസ് തട്ടിപ്പ് നടത്തുന്നവരാണെങ്കിൽ ഫേസ് മറച്ചു വെക്കില്ല, അങ്ങനെ ഒരു ചിന്തയും കൂടി വരും. ഇവിടെ മുഖം കാണിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. മുഖം കാണിച്ചിട്ട് വലിയൊരു സൗന്ദര്യം ചൂഷണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവളുടെ ഫോട്ടോജനിക് ആയിട്ടുള്ള അപ്പിയറൻസ് ചൂഷണം ചെയ്യുകയാണ്, വ്യക്തിത്വം കൂടി പുറത്തു വെക്കുകയാണ്. അതെ, ഇന്ന വ്യക്തിയാണ്, ഞാനാണ് എന്ന ഇത് അത് വരുത്തുകയാണ്. ആൻഡ് ഷീ വാസ് ഫിസിക്കലി അബ്യൂസ്ഡ് എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തൊഴിയും അടിയും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നും അതിൻ്റെ അർത്ഥം. ഫിസിക്കലി, നോട്ട് ഓൺലി സെക്ഷലി ബട്ട് ഓൾസോ ഫിസിക്കലി അസോൾട്ടഡ് അട്രോഷ്യസ്ലി. ആൻഡ് വേറൊരു ഭീഷണിയും കൂടെ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ നാട്ടിലേക്ക് പറയുമെന്ന് പറഞ്ഞപ്പോൾ വി വിൽ കിൽ യുവർ ചൈൽഡ്, ഒരു കുട്ടിയും ഉണ്ടെന്നാ തോന്നുന്നു, ആ കുട്ടിയെ കൊല്ലുമെന്നുള്ള ഭീഷണി ഉണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റാണ്. ഇപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉപദേഷ്ടാവായിട്ട് വരുന്നത് ഹേമചന്ദ്രനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ഗവൺമെൻറ് DGP ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാത്തതാണ്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, വളരെ ശാന്തനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, സൗമ്യനായ പോലീസ് ഉദ്യോഗസ്ഥൻ. തീർച്ചയായിട്ടും അദ്ദേഹം ഇത് വളരെ ഗ്രാവിറ്റിയുള്ള ഒരു സിറ്റുവേഷനാണ്, ഗ്രാവിറ്റിയുള്ള ഒരു കേസാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പം നടന്നു. ഇനിമേലിൽ ആരും ഇതിന് ഇരയാവാനുള്ള, പ്രത്യേകിച്ച് മോഡലിൽ എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടായെന്ന് വരുന്ന ഒരിക്കലും അവർക്ക് ഇനി മോഡലിങ്ങിലോട്ട് പോകണ്ട, അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിക്കോഷൻസ്, അതായത് കുറച്ചുകൂടി ഗൗരവത്തോടെ അല്ലെങ്കിൽ കുറച്ചുകൂടി അന്വേഷിച്ചിട്ടല്ലേ എന്താണ് സാറിന് ഒരു മാർഗം നിർദ്ദേശിക്കാനുള്ളത്? ഇങ്ങനെ ചതിക്കുഴിയിൽ വീഴാൻ കേരളത്തിലെ മുന്നത്തെ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകുമ്പോൾ നോർക്കയിൽ അന്വേഷിച്ചിട്ട് പോവുക. നിങ്ങൾ ഏത് സ്ഥാപനമാണ് നിങ്ങളെ ഹയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത്, നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു വിശ്വസനീയമായ സ്ഥാപനമാണോ എന്നുള്ളത് അന്വേഷിച്ച് മാത്രം വിദേശത്തേക്ക് പോവുക. ഈ പരിഹാരം നേരത്തെ ഉള്ളതാണ്. ഇപ്പം ഇനി സംഭവിക്കേണ്ടത് ഇനി ഇതുപോലെ പോകാതിരിക്കുക എന്നുള്ളതിനാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും അത് സഗൗരവം എടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. കാരണം അത്തരം ഒരാളാണ് അദ്ദേഹം. ഈ സെൻസിറ്റീവ് വിഷയം വളരെ ഗൗരവമായിട്ട് അദ്ദേഹം എടുക്കും. ഹേമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം കൈക്കൊള്ളേണ്ട നടപടികൾ കൈക്കൊള്ളുകയും വേണം. ഇങ്ങനെ കേരളത്തിലെ അഭിമാനിയായ ഒരു മലയാളി സ്ത്രീ പോലും ഇങ്ങനെയുള്ള ലൈംഗിക പീഡനത്തിന് ഇവിടെ നമ്മുടെ നാട്ടിൽ വിധേയരാകുന്നുണ്ട് പലരും, അത് തടയേണ്ടതാണ്. പക്ഷേ വിദേശ രാജ്യത്ത് കൊണ്ടുപോയി ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ ആവാനിടയാവരുത്. കേരളത്തിൻ്റെ റോള് മാത്രമേ എടുക്കാൻ പറ്റൂ കേരളത്തിന്. കാരണം ഇത് ഇന്ത്യൻ ദേശീയ വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഫർദർ നടപടികൾ. ഇന്ത്യയിൽ നിന്ന് ആരും ഇതുപോലെ പോകരുതെന്നുള്ള ഒരു തീരുമാനമാണ്. ആ തരത്തിലുള്ള നടപടികൾ അവരെടുക്കേണ്ടതാണ്. എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ നമ്മളെ പോലെ നോർക്ക മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന് നമുക്കറിയില്ല. സംവിധാനം കേന്ദ്രത്തിൻ്റെയാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെ കേന്ദ്ര വിദേശകാര്യ വകുപ്പും
ഇതുപോലുള്ള ട്രാഫിക്കിംഗ് കാര്യങ്ങളിൽ കേരളീയ സ്ത്രീകൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതൽ ഇത് ഒരു പക്ഷേ അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്കോ അങ്ങനെയുള്ളവർക്കോ ആ രീതിയിൽ പോകട്ടെ, നമ്മൾ അതിന് തടസ്സമല്ല. പക്ഷേ ഈ ഫാഷൻ ലോകത്തേക്കാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ചൂഷണം നടത്തുന്ന അത്തരം കുറ്റവാളി സംഘങ്ങളെ അവിടുന്ന് അവരവിടെ ഉണ്ടെങ്കിൽ അവരെ പോയി അറസ്റ്റ് ചെയ്യണം. കാരണം ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ ഇന്ത്യ അവിടെ എഗ്രിമെൻ്റ് ഉണ്ട്, നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അവരെ തീർച്ചയായിട്ടും കടത്തിക്കൊണ്ട് വന്നിട്ട് കടുത്ത ശിക്ഷ തന്നെ, അങ്ങേയറ്റത്തെ ശിക്ഷ തന്നെ നൽകാൻ വേണ്ടിയിട്ടുള്ള അത് പ്രോസിക്യൂട്ടർ ജനറൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആസിഫ് അലി DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിട്ട് ആസിഫ് അലി ചുമതലയേറ്റിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ട പുറത്തുനിന്ന് ഹയർ ചെയ്ത വക്കീലന്മാരെയൊന്നും വേണ്ട, ഇവിടെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വക്കീലന്മാരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെലവും ചുരുക്കാം, നമ്മുടെ പെൺകുട്ടികളോട് ആത്മാർത്ഥതയും കാണിക്കും. ആ രീതിയിലുള്ള പരിപാടികൾ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് നടക്കുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ കടത്ത്, ലൈംഗിക ചൂഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇമാതിരി കാര്യങ്ങളെല്ലാം കേരളത്തിന് ഒരു രക്ഷാകവചം നമുക്ക് തീർച്ചയായിട്ടും. അല്ല ദേശ കേരള എന്താ പറയുക, നമ്മുടെ പാർലമെൻ്റ് ഉണ്ടല്ലോ, വിദേശത്തുനിന്ന് കുറേ കൊണ്ടുവന്ന അസംബ്ലിയിലിരുത്തുന്ന പരിപാടി ലോക കേരള സഭ അതുപോലുള്ള തട്ടിപ്പുകൾ കൊണ്ടൊന്നും ഇതിന് പരിഹാരമില്ല. പോലീസ് സശക്തമായിട്ട് തന്നെ ഇടപെട്ടേ പറ്റൂ. ഇതിനെ കടുത്ത ശിക്ഷ അവർക്ക് ഉറപ്പാക്കുന്നതുവരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് നീതി കിട്ടുകയും വേണം. ഇതിനുള്ള നഷ്ടപരിഹാരം ഇതിന് കാരണക്കാരായവരിൽ നിന്ന് നല്ലൊരു തുക നഷ്ടപരിഹാരം കൊണ്ടൊന്നും ആവുന്നില്ല, ആ കുട്ടിക്ക് കൊടുക്കുകയും വേണം. അതിനുള്ള എനിക്ക് തോന്നുന്നു ആഭ്യന്തര വകുപ്പ് ചെയ്യുന്ന ആദ്യത്തെ നല്ല കാര്യം അതായിരിക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് അത് സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി പെൺകുട്ടികളൊക്കെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ഈ സാർ പറഞ്ഞതുപോലെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളെ സർക്കാരൊക്കെ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരെല്ലാം വേണ്ട രീതിയിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് വളരെ സുരക്ഷിതമായിട്ട് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.